ഇവിടെയും നമ്മൾ രാമായണ തത്വത്തെ വിശദീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. വളരെ ചുരുക്കിയാണ് പറയുന്നത്. രാമശബ്ദത്തിന്റെയും അതുപോലെ സീതാ ശബ്ദത്തിന്റെയും വിശദീകരണം ചെയ്യുക തന്നെയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വിശദീകരിക്കാം. കാരണം ഒരാശയത്തെ നമുക്ക് സമാസമായിട്ടും വ്യാസമായിട്ടും, അതായത് സംക്ഷിപ്തമായിട്ടും വിശദമായിട്ടും പറയുവാൻ സാധിക്കണം. ഇവിടെ രാമഹൃദയത്തിലൂടെ രാമന്റെയും സീതയുടെയും എല്ലാം തത്വം നമ്മൾ ഇവിടെ ഒന്ന് പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം മുതലുള്ള തുടർ ഭാഗങ്ങളെക്കുറിച്ച് രാമായണ തത്വത്തിൽ നിന്നും എന്താണ് ബോധിക്കേണ്ടതെന്ന് ഈ അവസരത്തിൽ നമുക്ക് ഭാഗവത ധ്യാനം വഴി പരിശോധിക്കാം. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കെട്ട വാസനകളെ അകറ്റാൻ ശ്രേഷ്ഠതയുള്ള വാസനകളെ വളർത്തുകയാണ് പോംവഴിയുള്ളൂ എന്ന ഭാഗത്തെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് യോഗശാസ്ത്രത്തിൽ പറയാറുണ്ട് വിതർക്കബാധനെ പ്രതിപക്ഷ ഭാവന എന്നാണ്. കാരണം ഈ രീതിയിലാണ് തന്റെ വികാരത്തെ ജയിക്കേണ്ടത്. കാരണം വിഷയാസക്തിയെ കളയുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജയിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനെ ഈശ്വരാസക്തിയെ വളർത്തുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഗുരുമുഖമായിട്ട് ഈശ്വരന്റെ മൂലമന്ത്രത്തെ സ്വീകരിച്ച് ആ മൂലമന്ത്ര ജപത്തെ നമ്മൾ വളരെ ഗുരു പറഞ്ഞ രീതിയിൽ ആചരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ എല്ലാ വസ്തുതകളെയും ഈശ്വരീയമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും. അപ്പോ ഇവിടെ എന്താണ് ഇവിടെ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഹല്യാമോക്ഷത്തിന് ശേഷം നമ്മുടേതായിരിക്കുന്ന ഭഗവാൻ വീണ്ടും ആ ഗംഗയെല്ലാം കടന്ന് മുന്നിലേക്ക് പോകുന്ന ഭാഗത്തെക്കുറിച്ചിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗംഗ കടക്കുമ്പോഴുള്ള അവസ്ഥയാണ് വിദേഹാവസ്ഥ എന്നും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടായി. അപ്പൊ വിദേഹാവസ്ഥയിൽ എത്തിയപ്പോഴാണ് വിശ്വാമിത്രൻ വീണ്ടും ആഗ്രഹമുണ്ടാക്കുന്നത് എന്ന് നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. അപ്പൊ ഇവിടെ ഇതിന്റെയൊക്കെ താല്പര്യത്തെക്കുറിച്ചാണ് ഇനി അതിനുശേഷം വരുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ വാസനകൾ, ഇപ്പൊ പരിഗ്രഹ ചിന്ത, ഒരു വസ്തുവെ നമുക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ മറ്റേ ലോകബുദ്ധി, ഇങ്ങനെയുള്ളതിനെ നമ്മൾ കയ്യിലുള്ളത് കൊടുത്തുകൊണ്ടാണ് അകറ്റേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ദാനം ചെയ്തിട്ട് വേണം. വേറെ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കയ്യിലുള്ളത് കൂടി മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ ആ ചിന്തയെ ജയിക്കുകയാണ് ചെയ്യേണ്ടത്. ഏത് വികാരമാണോ ദോഷമായി വളർന്നു വരുവാൻ ശ്രമിക്കുന്നത് അതിന്റെ പ്രതിഭാവന വളർത്തിയിട്ട് വേണം ആ വികാരത്തെ നമ്മൾ ജയിക്കുവാൻ. അല്ലാതെ വികാരത്തെ അടിച്ചമർത്തിയല്ല അധ്യാത്മ ജീവിതം നയിക്കുന്നവർ വികാരത്തെ ജയിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ചൂടുവെള്ളം കുടിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം കുടിക്കണം. തണുത്ത വെള്ളം കുടിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ചൂടുവെള്ളം കുടിക്കണം. കിടക്കയിൽ കിടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ തറയിൽ കിടക്കണം, പായയിൽ കിടക്കണം. ഇങ്ങനെ നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമായിരിക്കുന്ന ആഗ്രഹത്തെ വളർത്തിയിട്ട് വേണം നമ്മുടെ ഒരു അധമ വികാരത്തെ, നല്ല വികാരത്തെ, പിന്നെ നല്ല വികാരത്തെയും നമുക്ക് മറികടക്കണം. അത് നമുക്ക് ഈ തത്വത്തെ ശ്രവിക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം നല്ല വാസനയും നമുക്ക് പുനർജന്മത്തിന് ഹേതുവായിട്ടുള്ളതാണ്. വറുത്ത വിത്ത് പോലെ ആയിത്തീരുമ്പോൾ മാത്രമാണ് വീണ്ടും ഒരു ജന്മമില്ലാതെ ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തിയും അതുപോലെ വിദേഹമുക്തിയും ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന മോക്ഷവും ലഭിക്കുകയുള്ളൂ. പിന്നെ അപ്പൊ ഇവിടെ ദോഷമായി വളർന്നു വരുവാൻ തുടങ്ങുന്ന വികാരത്തെ അതിന്റെ പ്രതിഭാവന വളർത്തിയിട്ട് നമ്മൾ ജയിക്കണം. അല്ലാതെ വികാരത്തെ അടിച്ചമർത്തലല്ല, സബ്ലിമേഷനാണ്, സപ്രഷനല്ല. അപ്പൊ സപ്രഷൻ ഉണ്ടാകുമ്പോഴാണ് ഡിപ്രഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ഡിപ്രഷനും സപ്രഷനും ഇല്ലാതെ അതിൻ്റെതായിരിക്കുന്ന അത് വളരെ ഗുരുമുഖമായിട്ട് അറിയേണ്ട ഒരു ആശയമാണത്. നമ്മൾ ഇവിടെ അതിനൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ആസനങ്ങളുണ്ട്. സർവാംഗാസനം, സിദ്ധാസനം മുതലായിരിക്കുന്ന ആസനങ്ങളും, അതുപോലെ ഒത്തിരി നമ്മുടെ ആഹാര രീതി, വ്യവഹാര രീതി, അതുപോലെ വിചാര രീതി, ഇതിലൊക്കെ നമ്മൾ ആവശ്യമായ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ നമ്മിലെ അധമ വികാരത്തെ ജയിക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ വികാരം അടിച്ചമർത്തുമ്പോൾ എന്താണ്, അത് അസ്വസ്ഥതകളും രോഗങ്ങളുമായിട്ട് പുറത്തു വരികയാണ് ചെയ്യുക. അപ്പൊ ബോധപൂർവം തദ്വാസനയെ വളർത്തിയെടുത്തുകൊണ്ട് വേണം അസദ്വാസനയെ അകറ്റുവാൻ എന്നുള്ളൊരു ആശയത്തെ നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ശിവജാപം കാണുവാനുള്ള ആഗ്രഹമാണ് മഹർഷി രാമനില് വളർത്തുന്നത്. കാരണം വിദേഹാവസ്ഥയിലെത്തിയപ്പോൾ വിശ്വാമിത്രൻ വീണ്ടും ഭഗവാൻ രാമനിൽ ആഗ്രഹം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആഗ്രഹം എന്താണ്? സീതാസ്വയംവര, സീതയെ പ്രാപിക്കുവാനുള്ള ആഗ്രഹമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പറയുന്നത് എന്താ? ശിവചാപം കാണുവാനുള്ള ഒരു മോഹമാണ്, താല്പര്യമാണ്, ആഗ്രഹമാണ് മഹർഷി രാമനില് ആദ്യം വളർത്തിക്കൊടുക്കുന്നത്. അപ്പൊ ചാപം കാണുവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം ജപിക്കുവാനുള്ള ആഗ്രഹമാണ്. അതല്ലേ നമ്മളും നമ്മുടെ ത്രിപുരാശ്രമം വഴിയും ഇവിടെ എന്താണ് എല്ലാ തരത്തിലുള്ള സമ്പ്രദായത്തിൽപ്പെട്ട ദീക്ഷകളും നമ്മൾ പകരുന്നുണ്ട്. അതിന്റെ എന്താണ് പറയുക, ഒരു പ്രകടഭാവം എന്നുള്ള രീതിക്കാണ് നമ്മുടെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ശൈവ, ശാക്തേയ, വൈഷ്ണവ, സൗര, ഗാണപത്യ സമ്പ്രദായങ്ങളെ എല്ലാം സമന്വയിപ്പിച്ച് നമുക്കൊരു ഏകദൈവം അല്ലെങ്കിൽ ഏകമതം, ഏക വിശ്വാസത്തോടുകൂടി ഒരു ഉപാസനാമൂർത്തിയെ, ഒരു ഉപാസനാ ദേവതയെ, ഒരു ബ്രഹ്മശക്തിയെ, ത്രിപുരാശക്തിയെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അനുഷ്ഠാനം ചെയ്യുവാനും മൂലമന്ത്രം ജപിച്ചിട്ട് എല്ലാവർക്കും ജാതിയും മതവും രാഷ്ട്രീയവും രാഷ്ട്രഭേദ ഭാവനകളൊന്നുമില്ലാതെ നമുക്കൊരു ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിട്ടാണ് നമ്മൾ ആശ്രമത്തിൽ നിന്നും ഈ ത്രിപുരാശക്തി പൂജയെ എല്ലാവർക്കുമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ആ ശൈവജാപം കാണുവാനുള്ള ആഗ്രഹം ഗുരു, അതായത് വിശ്വാമിത്രൻ വളർത്തി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അതായത് ചാപം കാണുവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നാമം ജപിക്കുവാനുള്ള ആഗ്രഹമാണ്. ഈശ്വരീയമായ ശക്തിയുടെ മൂലമന്ത്രത്തെ ജപിക്കുവാനുള്ള ആഗ്രഹത്തെയാണ് വളർത്തിക്കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നാമിയുമായി വിലയം പ്രാപിപ്പിക്കാനുള്ള അധിനിവേശമാണ്. അപ്പോഴാണ് ഇപ്പൊ നമ്മള് ദേവോ ഭൂത്വ ദേവം യജേത്, ശിവോ ഭൂത്വ ശിവം യജേത്. ഇപ്പൊ നമ്മള് ശിവനായി തീർന്നതിന് ശേഷം വേണം, ശിവയ തീർന്നതിന് ശേഷം വേണം നമ്മൾ അവരെ പൂജിക്കാൻ എന്നുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ നാമിയുമായിട്ട് ഒന്നായിട്ട് തീരുകയാണ് യഥാർത്ഥ മൂലമന്ത്ര ഉപാസനയിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ ശൈവജാപം കുലച്ചപ്പോഴോ ഒഴിഞ്ഞുപോയി, കാരണം വെല്ലിന്റെ രൂപം പോയി എന്നാണ് ആ ഭാഗം കാണിക്കുന്നത്. അപ്പൊ ഗുരുപദേശത്താൽ ശ്രദ്ധയോടുകൂടി നാമാദി സാധന അനുഷ്ഠിക്കുന്ന സാധകൻ സഗുണത്തിൽ നിന്നും നിർഗുണത്തിൽ എത്തിച്ചേരും എന്നുള്ളൊരു സംഭവമാണ് ആ ശൈവജാപം കുലച്ചതിന് ശേഷം ഉള്ളാകുന്ന ആ രംഗങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നത്. ആ വില്ലിന്റെ രൂപം സൂക്ഷ്മത്തിൽ ലയിച്ചു. രൂപം സ്ഥൂലവും നാമം സൂക്ഷ്മവുമാകുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രണവത്തെ സാകാരമായിട്ടും നിരാകാരമായിട്ടും യോഗ്യതയ്ക്കനുസരിച്ച് ഉപാസിക്കാം. പ്രണവത്തിന്റെ സാകാര രൂപമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്നും ഇറക്കുന്ന ത്രിപുരാശക്തിയെ, അതായത് ആ ഒരു മൂലമന്ത്രത്തെ നമ്മൾ അങ്ങനെ ആ ഈശ്വരന്റെയും അതുപോലെ ഗുരുജനങ്ങളുടെയും അതുപോലെ സദ്ഗ്രന്ഥങ്ങളുടെയും പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. പ്രണവത്തിന്റെ സാകാര രൂപമാണ്. അപ്പോ പ്രണവത്തെ എന്താണ്? സാകാരമായിട്ടും നിരാകാരമായിട്ടും നമ്മുടെ അർഹതയും യോഗ്യതയും അധികാരവും അനുസരിച്ച് നമുക്ക് ഉപാസിക്കാം. കലം ഉടഞ്ഞാൽ എന്താണ്? അതിന് കാരണമായ മണ്ണിലേക്ക് തന്നെ അത് ലയിക്കുകയും ചെയ്യും. ഇവിടെ നാദത്തിന് മൂലം ഈശ്വരനാണ്. ഈശ്വരനിൽ ചേരുന്ന സ്ഥിതിയാണ് വില്ല് മുറിയുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം. ശൈവജാപം ആ വില്ല് മുറിഞ്ഞപ്പോ നല്ലൊരു ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതെന്താണ്? നമ്മുടെ താദാത്മ്യം, ആത്മജ്ഞാനം, ആത്മാവബോധം, അത് നമ്മളെ അനുഭവവേദ്യമാകുമ്പോഴുണ്ടാകുന്ന ഒരു ആഹ്ലാദത്തെയാണ് അവിടെ കാണിക്കുന്നത്. അതാണ് സീതയുടെ ആഹ്ലാദത്തിന് കാരണം. സീതയെക്കുറിച്ച് എന്താ പറയുന്നത്? സീത അയോനിജയാണ് എന്നുവെച്ചാലോ കാരണമില്ലാതെ ഉണ്ടായിരിക്കുന്നവൾ.
അതിനാലോ എന്നും നിലനിൽക്കുന്നവളാണ് സീത എന്നുവെച്ചാൽ ബ്രഹ്മം, ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, ആത്മബോധം. അതാണ് അത് എന്താണ് എന്നും നിലനിൽക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കാരണത്തിൽ നിന്നുണ്ടായതാണെങ്കിലോ അത് അവസാനിക്കും, അത് നശിക്കും. ഇവിടെ അതിനാൽ സീതാ സ്വയംവരവും മറ്റും സഹോദരന്മാരുടെ മംഗളവും പിന്നെ അവിടെ ശുഭമായിട്ട് കലാശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ട് നിരാകാരത്തിലെത്തുമ്പോ ജീവൻ പരമാനന്ദത്തെ, ഇതിപ്പോ ഇവിടെ വിഷയാനന്ദത്തിന്റെ രൂപത്തിലാണ് സീതാ സ്വയംവരം ഒരു കല്യാണ കഥ എന്നുള്ള രീതിയിൽ നമുക്ക് വെളിപ്പെടുത്തിയെങ്കിലും അവിടെ മനുഷ്യനെ ജീവിതത്തിൽ എന്താണ് അറിയുവാൻ കഴിയുന്ന, ജീവിച്ചിരിക്കുമ്പോൾ അറിയുവാൻ കഴിയുന്ന ഭൗതികമായിരിക്കുന്ന വിഷയത്തിലെ ആഹ്ലാദമായിരിക്കുന്ന ആ മൈഥുന ലീലയിലെ ഒരു രംഗത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ആ സീതാ സ്വയംവരത്തെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും എന്താണ് നമ്മള് നമ്മുടേതായിരിക്കുന്ന ഈ പ്രണവോപാസന അല്ലെങ്കിൽ ഗുരുപദേശമായിരിക്കുന്ന മൂലമന്ത്ര സാധനയുടെ വഴിയായിട്ട് നമുക്ക് നിരപേക്ഷമായിരിക്കുന്ന ഒരനുഭൂതി, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടാകുവാൻ തുടങ്ങും. അപ്പൊ അതാണ് അവിടെ ആ സീതാ സ്വയംവരം, അതുപോലെ തന്നെ തന്റെ മറ്റ് 3 സഹോദരന്മാരുടെയും വിവാഹമെല്ലാം അവിടെ മംഗളമായിട്ട് കലാശിച്ചു. അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോൾ പിന്നെന്താണ് അവിടെ സംഭവിക്കുന്നത്? വൈഷ്ണവചാപത്തെ ഒടിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നും പറയുന്ന ഭാർഗവരാമന്റെ ദർപ്പത്തെയാണ് പിന്നെ ശ്രീരാമചന്ദ്രസ്വാമിക്കും അതുപോലെ ഗുരുജനങ്ങൾക്കും സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. എന്താണ് ആ ഭാർഗവരാമന്റെ ദർപ്പത്തെ ഇവിടെ എന്തായിട്ട് പറയുന്നത്? ശാസ്ത്രരഹസ്യം, ശാസ്ത്രം പഠിച്ചതിന്റെ ഗർവാണ്. ഇപ്പൊ കണ്ടില്ലേ, നമ്മളിപ്പോ ആശ്രമത്തിന്റെ എന്താണ്, നമ്മളും ചില ഈ വിവരങ്ങളൊക്കെ, ചില അറിയിപ്പുകളൊക്കെ നമ്മുടെ ഇന്റർനെറ്റ് മീഡിയ വഴിയിലൂടെ അറിയിപ്പിക്കുമ്പോൾ പലരും അതിനെ എന്താ പറയാ, പഴയ പല ഗ്രന്ഥങ്ങളുടെയും പഴകിയ പല ശ്ലോകങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ചിലരൊക്കെ ആദ്യകാലത്ത്, ഇപ്പൊ പിന്നെ അങ്ങനെയുള്ളത് കൂടുതലും ശ്രദ്ധയിൽ കാണുന്നില്ല. കാരണം വാസ്തവത്തിൽ എന്താണ്, യാഥാർത്ഥ്യം അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഒന്നിനെ നിന്ദിക്കുവാൻ വരാൻ അല്ലെങ്കിൽ നിഷേധിക്കുവാൻ വരാൻ. കാരണം ഇതൊരു സന്യാസ ആശ്രമമാണ്. സന്യാസ ദീക്ഷ സ്വീകരിച്ച് നമ്മുടെ ഇന്ന് നിലവിൽ നിൽക്കുന്ന എന്താ പറയാ, ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെതായാലും അതുപോലെ നമ്മുടെ സ്പിരിച്വൽ സയൻസിൻ്റെതായാലും അതിൻ്റെ അറിവുകൾ സ്വയാർജിതം മാത്രമല്ലാതെ അത്തരം അറിവുകൾ ഗുരുമുഖങ്ങളിൽ നിന്നുകൂടി മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മുടെ എന്താ പറയാ മതഗ്രന്ഥങ്ങളായിരിക്കുന്ന വേദങ്ങളുടെയും അതുപോലെ തന്നെ ബൈബിളിന്റെയും ഖുറാനിന്റെയും എല്ലാം വിവരങ്ങൾ അതാത് മത പുരോഹിതന്മാരുടെ അനുഗ്രഹത്തോടുകൂടി അത്യാവശ്യം കുറേശ്ശെ മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മളിവിടെ സ്വതന്ത്രമായിട്ട് നമ്മുടെ ത്രിപുരാശ്രമ പ്രവർത്തനത്തിന്റെ ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഭാർഗവരാമന്റെ ദർപ്പം ശാസ്ത്രം പഠിച്ചതിന്റെ ദർപ്പമാണ്. വാസ്തവത്തിലെ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ്, ഒരു സാധുവേ ഒരു സന്യാസിയൊന്നും ധിക്കരിക്കുവാനോ ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യുവാനോ ആരും വാസ്തവത്തില് തയ്യാറാകാറില്ല. കാരണം അങ്ങനെ വരികയാണെങ്കിൽ ആദ്യം നോക്കണം, ഈ സന്യാസി പരമ്പരയിൽ നിന്ന് തന്നെ സന്യസിച്ചതാണോ അതോ വ്യാജനാണോ, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അത് ഒറിജിനലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പോ ആ ഗുരുവുമായിട്ട് അല്ലെങ്കിൽ ആ സന്യാസിയുമായിട്ട് നേരില് ചർച്ച നടത്തിയതിനു ശേഷം അതിൽ അയാൾ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുമ്പോഴാണ് പിന്നീട് അടുത്ത തുടർ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പരമ്പരയിൽ നിന്ന് സന്യാസം സ്വീകരിച്ചിരിക്കുന്ന ഒരു സന്യാസിയെ നമ്മൾ പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ വരുമ്പോഴെന്താണ്, ഇന്നോളം നിലനിന്നു വരുന്ന എല്ലാ സമ്പ്രദായത്തെയും അതുപോലെ നമ്മുടെ ആർഷധർമ്മ സംസ്കാരത്തെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. എന്തായാലും ഇരിക്കട്ടെ, ഇവിടെ നമ്മുടേതായിരിക്കുന്ന ആശ്രമ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും. അപ്പോ ഇവിടെ ആ വൈഷ്ണവജാപത്തെ ഒടിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് ഭാർഗവരാമന്റെ ആ ദർപ്പം
അത് ശാസ്ത്രം പഠിച്ചതിന്റെ ഗർവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത്രയും നാശം വരുത്തുന്ന അവസരത്തിലെ ജടായുവാണ് അവരെ അവിടെ പിന്നീട് രക്ഷിച്ചിരുന്നത്. അപ്പൊ ഈ ശാസ്ത്രം വാസ്തവത്തിൽ എന്തിനെയാണ് നമ്മൾ അഭ്യസിക്കുന്നത്? നമ്മുടെ ഉള്ള അഹങ്കാരവും അഭിമാനവും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം. അതായത് ആവശ്യമില്ലാത്തൊരു അതല്ലേ വിദ്യ കൊണ്ട് അഹങ്കരിക്കുന്നവര് ഊരിരുട്ടിലേക്കും അവിദ്യ കൊണ്ട് അഹങ്കരിക്കുന്നവര് ഇരുട്ടിലേക്കും പോകുന്നതാണ്. അപ്പൊ അറിവില്ലാത്തവര് സാധാരണ ഇരുട്ടിലേക്കേ പോകുന്നുള്ളൂ. അറിവ് കൊണ്ട് അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്നവരോ അവര് ഊരിരുട്ടിലേക്കാണ് പോകുന്നതെന്നാണ്. എന്തായാലും ഭാർഗവരാമന്റെ ദർപ്പം ശാസ്ത്ര പാണ്ഡിത്യത്തിൻ്റെതായിരിക്കുന്ന ഒരു ഗർവമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെന്താണ്? അപ്പോ ഇവര് ഈ ക്ഷത്രിയനാശം വരുത്തുന്ന അവസരത്തില് എന്താണ് ജടായുവാണല്ലോ ഇവരെ രക്ഷിച്ചത്. അപ്പൊ ഈ ജടായു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിയാണ്. അപ്പൊ രാമലക്ഷ്മണന്മാരെ ഉൾക്കൊള്ളുവാൻ യഥാർത്ഥ ഭക്തിക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ഗുരുവേയും ഒരു സന്യാസിയെയും ഒരു യഥാർത്ഥ സന്യാസിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ തുടക്കത്തിൽ അല്ലെങ്കിൽ മധ്യകാലത്തായാലും സാമ്പത്തികമായോ അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന പുരോഗമനങ്ങളൊന്നും ചിലപ്പോൾ കണ്ടെന്നു വരികയില്ല. അതിനൊക്കെയാണ് വാസ്തവത്തിൽ സന്യസിക്കുന്നത്. പിന്നെ കാലത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളെ കണക്കിലെടുത്തിട്ടാണ് ഇന്ന് സന്യാസാശ്രമങ്ങളിലും ധനവും അതുപോലെയുള്ള ചുറ്റുപാടുകളൊക്കെ വേണമെന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പൊ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാരമ്പര്യത്തിൽ നിന്നൊരു സന്യസിച്ച ആ സന്യാസിയുടെ യഥാർത്ഥ മഹിമ അല്ലെങ്കിൽ യഥാർത്ഥ ധർമ്മോദ്ദേശം നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തിയും അതുപോലെ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായിരിക്കണം. ഭക്തിജ്ഞാന വൈരാഗ്യത്തോടു കൂടിയിരിക്കുന്ന ആത്മവിവേകം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഭാഗവത ധ്യാനത്തിലൂടെ നമ്മൾ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ തന്ത്രത്തിലാണ് ശ്രീ വേദവ്യാസ മഹർഷി 2 അധ്യായങ്ങളിലൂടെ തന്നെ ആ ഇതിഹാസ ഗ്രന്ഥമായിരിക്കുന്ന രാമായണത്തിന്റെ ചരിത്രത്തെ വെളിപ്പെടുത്തിയത്. ഇതിന്റെ കഥയെ നമ്മൾ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഓടിച്ചു പോകേണ്ട ഒരു വിഷയമല്ല രാമായണം എന്നതുകൊണ്ട് ആ രാമായണത്തിന്റെ തത്വത്തെ നമ്മൾ വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് വിചാരം ചെയ്യുന്ന സന്ദർഭമാണ് ഇത് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാന ഭക്തിയുടെ ചിറകുകളാണ് വാസ്തവത്തിൽ എന്റെ ജ്ഞാനവും വൈരാഗ്യവും. അപ്പൊ ജ്ഞാനം ഏറ്റവും പുഷ്ടി പ്രാപിക്കുന്നത് എവിടെയാണ്? അത് ഭക്തിയിലാണ്. അപ്പൊ ഭക്തിയാൽ ജ്ഞാന വൈരാഗ്യവും പുഷ്ടി പ്രാപിക്കുന്നു. അതാണ് രാമന്റെ അമ്പ് പിഴയ്ക്കാത്തതാണ് ലക്ഷ്യം കാണിക്കാൻ പറഞ്ഞു. ഇവിടെ ഭാർഗവരാമൻ ശ്രീരാമനെ ലക്ഷ്യം വെച്ചിട്ടാണ് ആദ്യം അസ്ത്രമെടുത്തത്. അപ്പോ എന്റെ അമ്പൊരിക്കലും പിഴയ്ക്കുകയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങയുടെ മഹിമ മനസ്സിലായി, അങ്ങ് ധർമ്മം സംരക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന അവതാര പുരുഷൻ തന്നെയാണെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ലീല ആടിയതാണ്. ആയതുകൊണ്ട് എനിക്കൊരു ലക്ഷ്യം കാണിച്ചു തരൂ എന്ന് പറയുകയാണ്. എന്താണത്? അവിടെ നമ്മളെ പ്രണവോധനും ശരോഹി ആത്മ ബ്രഹ്മതൻ ലക്ഷ്യമുച്ചരി അപ്രമത്തേന വേദവ്യം ശരവത് തന്മയോ ഭവേ. അതാണ് ആ ഭാർഗവരാമന്റെ ചോദ്യത്തിൽ നിന്നും ആ വില്ലുകുലിച്ച് നിൽക്കുന്ന രംഗത്തിൽ നിന്നും നമുക്കറിയേണ്ടത്. എന്ന് വെച്ചാൽ എന്താണ്? ജീവന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ബ്രഹ്മം. ജീവോ ബ്രഹ്മൈവ നാപരാ. ജീവിക്കുന്നതാണ് ജീവൻ. രാമൻ പൂർണ്ണനാണെന്ന് ബോധിച്ചതിനാൽ ഭാർഗവ മുനി തന്റെ പുണ്യവാസനകളെ ലക്ഷ്യമാക്കി കൊടുത്തു. അത് ശ്രീരാമന് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. പുണ്യവാസനകളും പുനർജന്മത്തിനു കാരണമായതാണ്. അതുകൊണ്ടോ സർവവാസനകളും നശിക്കുക തന്നെ ചെയ്യണം. അപ്പൊ സർവത്തെയും സമർപ്പിച്ച് മുനി തപസ്സിന് പോയി. എല്ലാ അറിവുകളും കഴിവുകളും തന്റെ ശക്തിയും ലോകരക്ഷയ്ക്ക് വേണ്ടി ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ അവതരിച്ച ആ പുണ്യപുരുഷന് സമർപ്പിച്ചുകൊണ്ട് ഭാർഗവരാമൻ തപസ്സിനായിട്ട് പോയി, ചിരഞ്ജീവിയായിട്ട്. അതുതന്നെയാണ് ഇപ്പൊ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരും
സന്യാസാശ്രമത്തിലും അവരുടെ അടുക്കിലേക്ക് വരുന്നവർക്കൊക്കെ നിഷ്പക്ഷമായിട്ട് അറിവുകൾക്ക് ആധാരമായിരിക്കുന്ന എന്താ പറയാ ഓരോ ജപസാധനകളും അതുപോലെ ആചാരവിധികളും ഉപദേശിച്ചു കൊടുത്തും അതുപോലെ ലോകത്തിന് മൊത്തം മംഗളമുണ്ടാകുവാൻ വേണ്ടി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടും ഇരിക്കുന്നവരാണ് നമ്മുടെ സന്യാസിമാരും അതുപോലെ സന്യാസാശ്രമങ്ങളും എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ യാതൊരു കാരണവശാലും മറക്കുവാൻ പാടുകയില്ല. ഇവിടെ ഭാർഗവമുനി തപസ്സിന് പോയി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭോഗത്തിലല്ല, ത്യാഗത്തിലാണ് സുഖം. ത്യാഗേനേകേന അമൃതത്വമാനശോ. ത്യാഗം ഭോഗത്തിലല്ല. അതെ. പിന്നെ ഇനിയും എന്താണ് ഇനി പറയുന്നത്? ശ്രീരാമസ്വാമി അയോധ്യയിലെത്തി. അതിനുശേഷം എന്നിട്ടോ 12 വർഷത്തെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇനിയുമാണ് വിച്ഛിന്നാഭിഷേകം. എന്താണ് വിച്ഛിന്നാഭിഷേകം? അഭിഷേകത്തെ മുടക്കുന്നതും സത്യപാലനത്തിന് വേണ്ടി തന്നെയാണ്, സത്യം പാലിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഇതിന് കാരണക്കാരിയായതാണ് ആരാണെന്ന് പറയാമോ? ശ്രീരാമസ്വാമിയുടെ ആ പട്ടാഭിഷേകം ആരംഭത്തിൽ തടസ്സപ്പെടുത്തിയതാരാണ്? കൈകേയി. ഇത് ദശരഥന്റെ സ്ത്രീലമ്പടത്തെ തുറന്നു കാണിക്കുന്നതാണ്. അതാണ് കാരണം ഇന്നും അതല്ലേ, അതുപോലെ എന്താ പറയാ, സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും അതുപോലെ സമ്പത്തിലും അതുപോലെ മണ്ണിലും അതുപോലെ സ്ഥാനമാനങ്ങളിലുമുള്ള ആസക്തി, ആ സ്ത്രീലമ്പടത്വത്തെയാണ് ഇവിടെ, ദശരഥന്റെ സ്ത്രീലമ്പടത്വത്തെയാണ് ഇവിടെ കൈകേയിയുടെ ആ സമീപനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നത്. പിന്നെ എന്താണ് ഈ കൈകേയിലെ ഈ വിത്ത് മുളപ്പിച്ചത് ആരാണ്? മന്ദരയാണ്. മന്ദര എന്താണ് മന്ദര? രാജ്യത്തിൽ അന്തഛിദ്രമുണ്ടാക്കുന്ന സ്വഭാവമാണ് മന്ദര. ഖണ്ഡമായ ഭാരതം അല്ലെങ്കിൽ ഖണ്ഡമായ ഭാരതം, അങ്ങനെ ആ ഭാരതത്തെ തന്നെ കീറി മുറിച്ച്, ഇത് കണ്ടില്ലേ, ഇത് കേരളം, ഇത് തമിഴ്നാട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെന്തൊക്കെയാണോ ആ രീതിയിലൊക്കെ 24, 26, 28 എത്രയോ അത്രയും സംസ്ഥാനങ്ങളായിട്ട് വിഭജിച്ച് ആ ഭാരതീയര് തന്നെ ഓരോ സംസ്ഥാനക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുവാനും അതുപോലെ എന്താ പറയാ ഈ അക്രമത്തിനൊക്കെ അങ്ങോട്ട് മുതിർന്നാൽ എന്തായിരിക്കും സ്ഥിതി? മൊത്തം ലോകത്തെയും ഒന്നായി കാണുവാനുള്ള ഒരു ആത്മവിവേകം, ഒരു മനസ്സിന്റെ വിശാലത ഉണ്ടാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഭാരതത്തെയെങ്കിലും അഖണ്ഡമായിട്ട് കാണുവാനുള്ള ഒരു അവബോധമെങ്കിലും ഉണ്ടാകേണ്ടേ ഭാരതീയർക്ക്? ഇത് മലയാളിയെന്നും തമിഴനെന്നും പിന്നെ എന്തൊക്കെ പറയാ, അങ്ങനെ 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 പല ഭാഷക്കാരെന്നുള്ള രീതിയിലും അതുപോലെ നാട്ടുകാരി എന്ന രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തിരിഞ്ഞ് കലഹിച്ച് അന്തഛിദ്രം ഭൂമിയില് ഉണ്ടാക്കുന്ന ആ ശക്തിവിശേഷത്തെയാണ് ഇവിടെ മന്ദര തത്വത്തിലൂടെ, മന്ദരയിലൂടെ കാണിക്കുന്നത്. എന്നുവെച്ചാൽ മന്ദര ഭേദഭാവനയുടെ മൂർത്തഭാവമാണ്. ഭേദഭാവന എവിടെ എങ്ങനെ വന്നാലും അവിടെ നാശമാണ് ഫലം. അതല്ലേ ശാസ്ത്രം തന്നെ അഭേദഭാവനയെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ് ദേവതകളിലും മനുഷ്യരിലും രാഷ്ട്രങ്ങളിലുമുള്ള ഭേദഭാവനയെ വളർത്തുന്ന ആ ഭേദചിന്തയെ വേരോടെ നശിപ്പിക്കുന്നതാണ് യഥാർത്ഥ അധ്യാത്മ സ്ഥാപനങ്ങള്, ഈ ആത്മീയ കേന്ദ്രങ്ങള്, അല്ലെങ്കിൽ സന്യാസിമാര്. അങ്ങനെയുള്ള സന്യാസിമാരെ സേവിക്കുവാനോ അവരെ വളർത്തുവാനോ എത്ര പേര് മുന്നിലേക്ക് വരുന്നുണ്ട്? നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ചറിയുക. നേരെ മറിച്ച് രാഷ്ട്രത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അതിന്റെ സംരക്ഷണത്തിനല്ല അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി യത്നം ചെയ്യുന്നവരെ വളർത്തുവാൻ ആരെല്ലാം ഇവിടെ ഒത്തുകൂടുന്നുണ്ട്?
നേരെ മറിച്ച് നമ്മുടെ യഥാർത്ഥ ശാസ്ത്ര ഗ്രന്ഥങ്ങള്, വേദഗ്രന്ഥങ്ങള്, ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസങ്ങള് പ്രകടമാക്കിയിരിക്കുന്ന അതിന്റെ യഥാർത്ഥ ആത്മീയ രഹസ്യങ്ങള് പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്ന സന്യാസിമാരെയോ സന്യാസാശ്രമങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുവാനും വളർത്തുവാനും എത്ര പേര് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഭേദഭാവനയായിട്ടാണ് മന്ദര പ്രവർത്തിക്കുന്നത്. അതാണ് ഏത് ഗ്രൂപ്പ് തിരിയുന്നതിന്റെ പിറകിലും ഈ മന്ദരാതത്വമാണ് കാണിക്കുന്നത്. ധരയിലെ ബുദ്ധിയുള്ളവളാണ് മന്ദരാതത്വം, ജഡബുദ്ധിയുള്ളവളാണ് മന്ദരാതത്വം. തന്റെ മകനെന്ന മമതയെ കൈകേയിയിൽ വളർത്തുകയാണ് മന്ദര ചെയ്തത്. ഇവിടെ അഹന്താ മമതയെയാണ് ഇവിടെ മന്ദര എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീതയിൽ ധൃതരാഷ്ട്രത്വം, രാഷ്ട്രത്തിൽ എന്റേതെന്നും ഞാനെന്നും ആ മമത ബുദ്ധിയുള്ള ആളെ നമ്മൾ ധൃതരാഷ്ട്രനായിട്ട് പറയും. ഇവിടെ മന്ദരയെയും ഇതേപോലെ അഹന്താ മമതയുടെ ഞാനെന്നും എന്റേതെന്നും നിന്റേതെന്നും ഉള്ള ഭേദഭാവനയുടെ മൂർത്ത സ്വരൂപമായിട്ട് നമുക്കിവിടെ ഈ രാമായണത്തിൽ മന്ദരയെ കാണാം. മന്ദരയാണ് രാമായണത്തെ രാമായണമാക്കിയത്. മന്ദരയില്ലായിരുന്നെങ്കിൽ രാമൻ വനത്തിൽ പോകണമായിരുന്നുവോ? 14 വർഷം വരില്ലായിരുന്നു. അപ്പോ ശരീരത്തിൽ കൂടുതൽ എന്താണ്? ഓരോ ശരീരത്തിലും കൂടുതലുള്ളത് ഭൂമി തത്വമാണ്. ഭൂമി തത്വം. അപ്പൊ ഭൂമിയിൽ മമതയുള്ളവളാണ് മന്ദര. അപ്പൊ ഇഷ്ടത്തെയല്ല ഹിതത്തെ ചെയ്യുന്നവളായിരിക്കണം ദാസി. ഹിതം അത് സർവ്വതിനെയും അഭയം കൊടുക്കുന്നതാണ് ഹിതം. അതല്ലേ സന്യാസി അല്ലെങ്കിൽ സന്യാസത്തിൽ ഞങ്ങൾക്ക് അതീവ രഹസ്യമായിട്ട് എന്നും കുളിക്കുമ്പോഴും ജപിക്കുമ്പോഴും ഓർക്കേണ്ട ഒരു സങ്കല്പ മന്ത്രമുണ്ട്. സർവം അഭയം ഭൂതേഭ്യ എന്ന് ആരംഭിക്കുന്ന മന്ത്രം സർവം സന്യസ്തം മയാ എന്നും പറഞ്ഞിട്ട് അവസാനിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അപ്പോ എല്ലാ ജീവികൾക്കും അഭയം കൊടുക്കുന്ന കേന്ദ്രമാണ് സന്യാസം. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ ഒരു കൂട്ടർക്ക് മാത്രം ആശ്രയം അല്ലെങ്കിൽ അഭയം കൊടുക്കുന്ന കേന്ദ്രമല്ല സന്യാസാശ്രമം. തിന്മ ചെയ്തവരായാലും നന്മ ചെയ്തവരായാലും ആരായാലും അവരുടേതായിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കണം, സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കണം, അതിനെ അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിൽ സമീപിച്ചാൽ അവർക്കാവശ്യമായിരിക്കുന്ന ഉപദേശങ്ങൾ പകർന്നു കൊടുക്കുന്ന രക്ഷാ കേന്ദ്രമാണ് വാസ്തവത്തിൽ സന്യാസിയും സന്യാസാശ്രമങ്ങളും. ഇവിടെ ദാസി എന്താണ് ചെയ്തത്? ശരീരത്തിന്റെ ഇഷ്ടം ബഹിർമുഖതയുണ്ടാക്കുന്ന പ്രേയോമാർഗമാണ്. ജീവിത ലക്ഷ്യത്തെ സഫലമാക്കുന്ന ഹിതം അന്തർമുഖത ഉണ്ടാക്കുന്ന ആ ശ്രേയോമാർഗവുമാണ്. അപ്പൊ ശ്രേയോമാർഗം പ്രേയോമാർഗം. ശ്രേയോമാർഗത്തെ ഹിതമായിട്ടും പ്രേയോമാർഗത്തെ പ്രിയമായിട്ടുമാണ് നമുക്കിവിടെ കാണേണ്ടത്. ഇവിടെ പ്രേയോമാർഗത്തിനെയാണ് മന്ദരാതത്വം പ്രസക്തി കൊടുത്തത്. ആത്മീയതയിലോ ശ്രേയോമാർഗമാണ് മുഖ്യ ലക്ഷ്യമായിട്ടിരിക്കുന്നത്. അപ്പൊ അനാസക്തിയിലാണ് ത്യാഗം വളരുന്നത്, ആസക്തിയിലല്ല. ഏത് പുണ്യപ്രവൃത്തിയിലും ദാനമുണ്ട്. നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ ജ്ഞാനദാനമാണ് ഒരു സന്യാസിയിൽ നിന്നും ജ്ഞാനദാനവും അതുപോലെ അനുഗ്രഹവുമാണ്. അപാരമായ കൃപയും ആണ് ലഭിക്കുക. ഇവിടെ നമ്മുടെ ഏത് പുണ്യപ്രവൃത്തിയിലും നമ്മുടെ ചടങ്ങുകളിൽ എന്താണ്? ദാനം വരുന്നുണ്ട്. എന്താണ്? അന്നത്തെ, അതുപോലെ ഭൂമിയെ, അതുപോലെ കന്യകയെ, അതുപോലെ പശുവെ എല്ലാം നമ്മൾ ദാനം ചെയ്തു വരുന്നുണ്ട് പണ്ട് മുതലേ. ഇന്നും സന്യാസാശ്രമങ്ങളിലും എന്താണ്? അതിൻ്റെതായിരിക്കുന്ന എല്ലാ ചടങ്ങുകളും അതുപോലെ എല്ലാ ആചാരങ്ങളും
കൃത്യമായിട്ട് അവിടെ പോകണമെങ്കിൽ സർവസംഘ പരിത്യാഗിയും നിസ്സംഗനുമായിരിക്കുന്ന ഒരു ഗുരു, ഒരു സന്യാസി മാത്രം ഉണ്ടായതുകൊണ്ട് എല്ലാം പോകുമോ? ആത്മീയമായിരിക്കുന്ന ആ ഒരു പ്രഭാപൂരത്തെ ലോകത്തിൽ പ്രസരിപ്പിക്കുവാൻ സാധിക്കും. പക്ഷേ അത് പ്രേയോമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ അവരുടെ ഹൃദയങ്ങളിൽ എത്തിക്കണമെങ്കിൽ എന്താണ്? അവിടെ സേവനം ചെയ്യുവാനും ധർമ്മം ആചരിക്കുവാനും ചെറുപ്പക്കാരും അതുപോലെ ചെറുപ്പക്കാരികളും അതുപോലെ തന്നെ എന്താണ് പറയാം, സമ്പത്തുള്ളവരും അതുപോലെ സംസ്കാരമുള്ളവരും അതുപോലെ അറിവുള്ളതും ആയിരിക്കുന്ന ആളുകളുണ്ടായിരിക്കണം. അപ്പോഴാണ് ഒരു ആശ്രമധർമ്മം അതിൻ്റെതായിരിക്കുന്ന സംസ്കാരം എല്ലാ ഹൃദയങ്ങളിലേക്കും എത്തിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വളർച്ച പ്രാപിക്കുക. അപ്പോ ഇവിടെ ആർക്കും സന്തോഷത്തോടുകൂടി കൊടുത്തുകൊണ്ടിരുന്നാൽ ഈശ്വരനിലെത്താം. ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ എന്താണ്? എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അറിവുകൾ മാത്രമേ ഇവിടെ തേടി വരുന്നവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ഞാന് എന്താണ് ഇന്ന് വരെയും അതിൽ യാതൊരു ലോഭവും കാണിക്കാതെ വന്ന് ചോദിക്കുന്നവർക്കല്ല എനിക്കറിയാവുന്ന ആശയങ്ങള് പകർന്നു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ ഇന്റർനെറ്റ് മീഡിയ വഴിയായിട്ടാണെങ്കിൽ കൂടെയും ഗുരുമുഖങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആ ഭാഗവത തത്വത്തെ ഞാനിപ്പോ ഈ വർത്തമാനകാലത്തിൽ ഇരുന്നു കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും എന്താണ് പറയാ, ഈ ഇന്റർനെറ്റ് മീഡിയയിലുള്ള വാടകയും അതുപോലെ ഈ ലാപ്ടോപ്പും എന്താണ് ചില സഹൃദയരായിരിക്കുന്ന ആശ്രമത്തിലെ അന്തേവാസികളെ ദാനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിത് നിർവഹിക്കുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഒരു തുക പ്രതിമാസം കൊടുത്തുകൊണ്ട് എനിക്ക് വാടക കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊരു ധർമ്മമൊന്നും ഈ മീഡിയ വഴി പ്രചരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. എന്തായാലും ഇരിക്കട്ടെ. ഇവിടെ അച്ഛൻ സ്ത്രീജിതനായിരുന്നെങ്കിലും സത്യപാലനാർത്ഥം സീതയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമസ്വാമികളെ വനയാത്രയ്ക്ക് തയ്യാറാവുക തന്നെ ചെയ്തു. ഇവിടെ ജീവന്റെ വനയാത്രയാണ്, ജീവന്റെ വനയാത്ര. ഇത് നമ്മള് ഭവാടവിയിൽ വിവരിച്ചത് ഓർക്കണം. നമ്മുടെ പഞ്ചമസ്കന്ധത്തില് ഭവാടവി വർണ്ണനത്തില് നമ്മള് വിശദമാക്കുകയുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തെ ഒന്ന് വീണ്ടും കേട്ടു നോക്കുകയോ ഇല്ലെങ്കിൽ ഓർത്തു നോക്കുകയോ ചെയ്യാം. ജീവന്റെ വനയാത്ര എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? പുരുഷാർത്ഥ പ്രാപ്തി നേടുവാനായിട്ടായിരിക്കണം. അപ്പൊ പുത്രന്റെ ധർമ്മം എന്താണ്? അച്ഛന്റെ വാക്ക് സത്യമാക്കി തീർക്കലാണ്. അപ്പൊ ശിഷ്യജനങ്ങളുടെയോ ഗുരുജനങ്ങളുടെ ഗുരുവിന്റെ ഇച്ഛയെ അല്ലെങ്കിൽ ആ സത് കാമനയെ ശിഷ്യജനങ്ങൾ വഴിയാണ് ലോകത്തിൽ പ്രചരിപ്പിക്കപ്പെടുക. എന്ന പോലെ അച്ഛന്റെ സത് ആ ധർമ്മം മക്കൾ വഴിയുമാണ് ലോകത്തിൽ അറിയപ്പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അച്ഛന്റെ വാക്കിനെ സത്യമാക്കാൻ നമ്മളെ തുടക്കത്തിൽ പറഞ്ഞു, വിശ്വാമിത്രനോടും കൈകേയിയോടുമുള്ള സത്യം, അച്ഛന്റെ സത്യം, അച്ഛന്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ വേണ്ടി മകൻ വനത്തിലേക്ക് പോയി. ഇനി എന്താണ്? ഇനി നമുക്കിവിടെ ഇന്ദ്രജിത്തിന്റെ താല്പര്യത്തിൽ നോക്കാം. ഉറങ്ങാതെ 14 കൊല്ലം ജീവിച്ചവർക്ക് ഇന്ദ്രജിത്തിനെ കൊല്ലുവാൻ പറ്റും. ലക്ഷ്മണനാണല്ലോ ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ താല്പര്യം പറയാൻ വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിലേക്ക് ഉണർന്നിരുന്നാൽ ഉറക്കം വരും. ഇവിടത്തെ നാമരൂപങ്ങളിൽ മയങ്ങി അതിൽ മോഹിച്ച് അതിനനുഭവിക്കുവാനുള്ള ആസക്തിയോടുകൂടിയിട്ട് കണ്ണും മിഴിച്ചിരുന്നാൽ പെട്ടെന്ന് തളർച്ചയും മോഹാലസ്യവും ഉറക്കവും ആലസ്യവും എല്ലാം വരും. അപ്പൊ ഈശ്വരനിൽ ഉണർന്നിരുന്നാലോ ഉറക്കം ഒഴിഞ്ഞു പോകും. ഈശ്വരാഭിമുഖമായിരിക്കുന്ന മനസ്സിൽ ആലസ്യം, മടി എന്നിവ ഉണ്ടാവുകയില്ല. അപ്പൊ സാധനയിലുള്ള നിഷ്ഠയും ദൃഢനിശ്ചയവും ഏത് ക്ലേശത്തെയും സഹിക്കാനുള്ള കരുത്ത് നമുക്ക് തരും. അത് ക്ലേശം ഉണ്ടാകാതിരിക്കില്ല. കാരണം അടവിയിലെ യാത്രയിൽ കല്ലും മുള്ളുകളെയും നീക്കുന്നത് ആരാണ്? ശ്രീലക്ഷ്മണനും ശ്രീ ഹനുമാനുമാണ്. ശ്രീരാമസ്വാമികള്
സീതാദേവിയോടും അതുപോലെ അനുജനോടും ആ ആഞ്ജനേയ സ്വാമികളോടും കൂടി യാത്ര ചെയ്യുമ്പോൾ വഴിയിലുടനീളം കല്ലും മുള്ളുകളും ഉണ്ടായിരുന്നു. അപ്പൊ ആ കല്ലും മുള്ളുകളെയും മാറ്റിയത് വാസ്തവത്തിൽ ആരായിരുന്നു? ശ്രീ ലക്ഷ്മണനും ശ്രീ ഹനുമാനുമായിരുന്നു. സാധനയിലെ എന്ന പോലെ തന്നെ എന്താണ് ആശ്രമം അതിൻ്റെതായ ഒരു ട്രസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിലോ ഇപ്പോ നിയമങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പൊ ട്രസ്റ്റ് പ്രവർത്തനമാണ്, രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് രാഷ്ട്രത്തിന്റെ കോടതി അനുവദിച്ച ഒരു നിയമത്തിൽ നിന്നുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ പലരും ആ ആശ്രമ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനെ സംസ്കാരവും സമ്പത്തുമുള്ള ആളുകള് ട്രസ്റ്റികളായിട്ട് അല്ലെങ്കിൽ ഗുരുവിന്റെ ആജ്ഞാനുവർത്തികളായിട്ട് വന്നെങ്കിൽ മാത്രമേ ഒരാശ്രമത്തിന്റെ ധാർമ്മികമായിരിക്കുന്ന കർമ്മം പ്രവൃത്തി അതിൻ്റെതായിരിക്കുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്തായിരിക്കും? അത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കുബുദ്ധികളുടെ കുതന്ത്രം പ്രായോഗികമാക്കുവാനുള്ള ഒരു കേന്ദ്രമായിട്ട് അധപതിക്കും. അപ്പോ ഇവിടെ ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള ഇവിടെ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക്, കാരണം ലക്ഷ്മണനും ഹനുമാനും ആണല്ലോ സാധനയിലെ തടസ്സങ്ങൾ നീക്കിയത്. അപ്പോ ഇവിടെ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ലക്ഷ്മണൻ എന്നാൽ ലക്ഷണയുക്തനാണ്. എന്താണ് ലക്ഷണയുക്തൻ? അപ്പോ ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള യോഗ്യതയാണ് ലക്ഷണം. അപ്പൊ പരമപുരുഷാർത്ഥമാണ് ലക്ഷ്യം എന്ന് വെച്ചാലോ മോക്ഷം. അതിനെ ധർമ്മവും അർത്ഥവും കാമവും അനുയോജ്യമായ രീതിയിൽ പ്രാപിക്കണം. അപ്പൊ മോക്ഷത്തിനായുള്ള ലക്ഷണം തികഞ്ഞ ആളെയാണിവിടെ ലക്ഷ്മണൻ എന്ന് പറയുന്നത്. അങ്ങനെ ലക്ഷണയുക്തരായിരിക്കുന്ന ശിഷ്യഗണങ്ങൾ വേണം ആശ്രമത്തിലേക്ക് വരുവാൻ. അല്ലെങ്കിൽ മന്ദരാതത്വം പോലെ മന്ദരയുടേതുപോലെ ഒന്നോ രണ്ടോ ശിഷ്യഗണങ്ങൾ വരുമ്പോഴേക്കും ഞാനാണ് സ്വാമിയെ അല്ലെങ്കിൽ ഞാനാണ് ആശ്രമത്തെ വളർത്തുന്നത് എന്നുള്ള രീതിയിൽ ഒന്നോ രണ്ടോ പേര് വരുമ്പോഴേക്കും തന്നെ അവരങ്ങോട്ട് മത്സരിച്ചാലോ എന്തായിരിക്കും സംഭവിക്കുക? ലക്ഷ്മണനെ പോലെയും ഹനുമാനെയും പോലെയുള്ളവര് വേണം ആശ്രമധർമ്മം പ്രായോഗികമാക്കുവാൻ മുന്നിലേക്ക് വരേണ്ടത്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ ആശ്രമം സ്ഥാപിച്ച ധർമ്മസംഗ്രഹ സമിതിയുടെ മുന്നിലേക്കുള്ള പ്രയാണവും സുഗമം ആകുക. അപ്പോ ഇനി നമുക്ക് ഹനുമാനെ കുറിച്ച് ചിന്തിക്കാം. ഹനുമാനെ കുറിച്ച് എന്താ പറയുന്നത്? ജ്ഞാനിനാം അഗ്രഗണ്യൻ, പിന്നെയോ ശ്രീരാമദാസൻ, സൂര്യഭഗവാനിൽ നിന്നും ശാസ്ത്രം അഭ്യസിച്ചിട്ടുള്ള ആളാണ് ഹനുമാൻ. അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ ഹനുമാനെ കുറിച്ച് നമ്മൾ അതാണ് അറിയേണ്ടതായിട്ട് ഇരിക്കുന്നത്. പിന്നെന്താ? സൂര്യഭഗവാനിൽ നിന്നും ശാസ്ത്രം അഭ്യസിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ശാസ്ത്രാഭ്യാസത്തിൽ നിന്നോ മനസ്സിന്റെ ക്ഷിപ്ത വിക്ഷിപ്താദി അവസ്ഥകളെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ പരസ്പരം പദാർത്ഥങ്ങളോടുള്ള ആസക്തി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ശാസ്ത്രം പഠിച്ചാലോ ശാസ്ത്രം പഠിച്ചവൻ അത് മനസ്സിലാക്കി അതിൽ നിന്നും ഉണരും. കാരണം ശാസ്ത്രത്തിന് അച്ഛന്റെ സ്ഥാനമാണുള്ളത്. അച്ഛനാണ് പുത്രനെ സംസ്കാരമുള്ളവനാക്കിയിട്ട് തീർക്കുന്നത്. സാധനാചതുഷ്ടയ സമ്പത്തിയാണ് ഇവിടെ ജ്ഞാനത്തിനുള്ള യോഗ്യതയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ യോഗ്യത പൂർണ്ണമായും തികഞ്ഞ ആളാണ് ലക്ഷ്മണൻ. കാരണം സീതാദേവിയുടെ പാദസ്വരമൊഴിച്ചൊന്നും കണ്ടിരുന്നില്ല. അതാണ് ബ്രഹ്മചര്യനിഷ്ഠ. പാദസ്വരം കണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? ജ്യേഷ്ഠപത്നിയെ നമസ്കരിച്ചിരുന്നത് കൊണ്ടാണ്. കാരണം മുതിർന്നവരെ നമസ്കരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് ആർഷധർമ്മ സംസ്കാരമാണ്. അപ്പൊ ആ നിയമം പാലിച്ചതുകൊണ്ടാണ് പാദസ്വരം തിരിച്ചറിയുവാൻ സാധിച്ചത്. ഇല്ലെങ്കിലോ അതും കാണുകയില്ലായിരുന്നു. ഇപ്പൊ ഹനുമാനെയാണെങ്കിലോ രാമകാര്യമൊഴിച്ച് വേറെ എന്ത് കാര്യവുമുള്ളൂ. അപ്പൊ സമുദ്രവരണത്തിനും അതുപോലെ മറ്റും തടസ്സങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നത് രാമന്റെ ശക്തി ലഭിക്കാനായിരുന്നു.
എന്താണ് രാമന്റെ ശക്തി എന്ന് പറഞ്ഞാൽ? രാമന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനശക്തിയാണ്. അപ്പൊ ജ്ഞാനശക്തിയാണ് നമ്മളിവിടെ രാമശക്തി. നമ്മുടെ ത്രിപുരാശ്രമത്തിൽ അതിനെ ത്രിപുരാശക്തി എന്നും പറയുന്നത്. അത് രാമന്റെ ശക്തി എന്നാൽ അത് ജ്ഞാനശക്തിയാണ്. അങ്ങനെയുള്ള ശക്തിയാണ് എന്താണ് മുന്നിലേക്കുള്ള യാത്രയിലെ തടസ്സങ്ങളെയെല്ലാം മാറ്റിയിരുന്നത്. അപ്പോ എന്താണ് ഇവിടെ ശ്രീരാമൻ ഗുരുവിനെ, അതായത് ആചാര്യനെ, സാധുവിനെ ധർമ്മം പൂർത്തീകരിക്കുവാൻ ആഞ്ജനേയ സ്വാമികളെ പോലെയും അതുപോലെ ലക്ഷ്മണനെ പോലെയും അതുപോലെ സീതാദേവിയെ പോലെയുമുള്ള ശിഷ്യവൃന്ദം, പരിചാരക വൃന്ദം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ധർമ്മ സംഗ്രഹവും അതുപോലെ ലോക സംഗ്രഹവും പൂർണ്ണമാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും നമുക്ക് ഈ രാമായണ തത്വത്തിൽ നിന്നും എന്തെല്ലാമാണ് മനസ്സിലാക്കുവാനുള്ളത്?